അലോണേ എന്നാ അവല് കഴിച്ചേ. അവല് കഴിക്ക നല്ലതാ. നിനക്കൊരു കഥ കേൾക്കണോ? ഈ അവലിന്റെ പുറകിലേ ഒരു വലിയ കഥയുണ്ട്. കൃഷ്ണന്റെയും കുചേലന്റെയും കഥയാ. കൃഷ്ണനും കുചേലനും പണ്ട് കൂട്ടുകാരായിരുന്നു. അവരൊരുമിച്ച് സ്കൂളിലൊക്കെ പഠിച്ചതാ. അത് കഴിഞ്ഞ് ഈ കൃഷ്ണൻ പിന്നീട് മധുരയിലെ രാജാവായി വലുതായി കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം കുചേലന് അന്ന് ഭയങ്കര ദാരിദ്ര്യം ഒന്നുമില്ല, കഴിക്കാനൊന്നുമില്ല. ഇങ്ങനെ അവരെന്നിട്ട് ഈ കുചേലന് 2 പിള്ളേരും ഒക്കെ ആയി കഴിഞ്ഞ് ഈ കുചേലന്റെ ഈ ദാരിദ്ര്യം കാരണം കുചേലനോട് ഭാര്യ പറഞ്ഞു, പോയി കൃഷ്ണനെ പോയി കാണാൻ, കൃഷ്ണൻ നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ കുചേലന് ഭയങ്കര ഒരു സങ്കടം, ഞാൻ എങ്ങനെ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് കാണാൻ പോകുന്നതെന്നൊക്കെ പറയുക. അങ്ങനെ ഇരുന്നപ്പം ഈ കുചേലൻ കാണാൻ പോവുക കൃഷ്ണനെ. അപ്പം കൃഷ്ണൻ ഇത് നേരത്തെ അറിഞ്ഞു, കുചേലൻ കാണാൻ വരുന്നുണ്ടെന്ന്. അപ്പൊ എന്ത് ചെയ്തെന്നറിയോ, ഈ കൃഷ്ണൻ ഈ കുചേലൻ വരുന്നത് കണ്ടിട്ട് രാജകീയമായ രീതിയിൽ ഈ കുചേലനെ ഭയങ്കരമായിട്ട് സൽക്കരിച്ചു. അപ്പം ഈ കുചേലൻ കൃഷ്ണനെ കാണാൻ പോയപ്പോൾ ഒരു പിടി അവല് കൊണ്ടുപോയി. വേറെ ഒന്നും ഇല്ല കുചേലന് കൊണ്ടുപോകാനായിട്ട്. മണ്ണും കല്ലും ഒക്കെ ഉള്ള കുറച്ച് അവലുണ്ടായിരുന്നു. ആ അവലും കൊണ്ടാണ് പോകുന്നത്. അപ്പം ഈ കുചേലൻ ഇങ്ങനെ ഭയങ്കര ഒരു വിഷമിച്ച് ഇങ്ങനെ പുറകിലോട്ട് ഇങ്ങനെ മാറ്റി പിടിച്ചു, കൃഷ്ണൻ കാണണ്ടല്ലോ എന്ന് ഓർത്ത്. പക്ഷേ കൃഷ്ണൻ ഇത് നേരത്തെ കണ്ടു, കുചേലന്റെ കയ്യിലിരിക്കുന്നത് അവല്. അപ്പം കുചേലന്റെ കയ്യിൽ ഈ ഒരു പിടി അവല് വാരി ഈ കൃഷ്ണൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഈ കുചേലൻ വന്ന കാര്യം ഒന്നും സഹായിക്കണമെന്നൊന്നും കൃഷ്ണനോട് ചോദിച്ചില്ല. കൃഷ്ണൻ അങ്ങ് കണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിൽ അങ്ങ് തിരിച്ചുപോയി. തിരിച്ച് വീട്ടിൽ ചെന്നപ്പം ഈ കുചേലന്റെ വീടൊക്കെ ഭയങ്കര കൊട്ടാരമായി, അവരുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ ഭയങ്കര ഡ്രസ്സായി, ഭയങ്കര തോഴിമാരും ഒക്കെ ആയി ഈ കുചേലന്റെ വീട്ടിൽ. അങ്ങനെ ഈ അവല് കഴിച്ചപ്പം ആ ഒരു അനുഗ്രഹം ഈ അവല് കഴിച്ചപ്പം കൃഷ്ണൻ കുചേലന് കൊടുത്തു. എന്ന് പറഞ്ഞതുപോലെ ഈ അവല് കഴിച്ചു കഴിഞ്ഞാൽ നിനക്കാരും കൊട്ടാരം ഒന്നും കൊണ്ട തരത്തില്ല, നിന്റെ ആ ഉണ്ണി വയറ് നിറയും, അത്രയേ ഉള്ളൂ. നിനക്കാരും കൊട്ടാരവോ തോഴിമാരോ ഒന്നും തരത്തില്ല, നീ കഴിച്ചാൽ നിന്റെ വയറ് നിറയും. അതാണ്. കണ്ടോ, തീർന്ന കണ്ടോ, ഒരു കഥയുടെ കൂടി തീർന്ന കണ്ടോ. അതുകൊണ്ട് ഇത് മൊത്തം ഫിനിഷ് ചെയ്തു.